ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, വീട് പണിയെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കള്ളക്കണക്കാണെന്ന് രാജ്യത്തിന് എല്ലാവർക്കും അറിയാം. പണം കൊടുത്ത കോൺഗ്രസ് അനുഭാവികളെയും വിശ്വാസികളെയും പോലും അപമാനിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി നിരന്തരമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ശേഷവും ഒക്കെ ഇന്ന് ദിവസം പണി ആരംഭിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് പണമുണ്ടാക്കി, ഫണ്ടുണ്ടാക്കി, ആ ഫണ്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്ന വലിയ ആക്ഷേപം പത്രങ്ങളിൽ നമുക്ക് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, സ്ഥലം MLA കൂടിയായിട്ടുള്ള സിദ്ദീഖ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും കാണാൻ വേണ്ടി കഴിയും.